അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ആരംഭിക്കട്ടെ. 2024 മാർച്ച് മാസം 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് മധു, എൻ്റെ ഭാര്യ സുമ, എൻ്റെ സഹോദരിയാണ് നിൽക്കുന്നത് പ്രീത, എൻ്റെ സഹോദരി ഭർത്താവ് രമേശ്. ഏതാണ്ട് 10 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉടമ്പടിയിൽ ഇവിടെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അത് എൻ്റെ ഭാര്യ എടുത്ത ഉടമ്പടിയുടെ സാക്ഷിയായിട്ടാണ് ഞാനത് പറഞ്ഞത്. അത് 10-20 വർഷക്കാലമായിട്ട് ചെറിയൊരു മദ്യപാനം എൻ്റെ ദുശീലമായി ഉണ്ടായിരുന്നു. അത് ഞാൻ പോലും അറിയാതെ അത് എനിക്ക് അമ്മയുടെ ഉടമ്പടി വസ്തുവായ ഉപ്പ് എനിക്ക് തരികയും അതിൽ നിന്ന് വളരെ മാറ്റമുണ്ടായി. ഇന്ന് ഈ നിമിഷം വരെ പിന്നെ ആ മദ്യപാനം എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് അതിനോടുള്ള ചിന്ത പോലും ഉണ്ടായിട്ടില്ല. അന്നേരം അതിനെപ്പറ്റിയുള്ള സാക്ഷി ഞാൻ വിശദമായി ഇവിടെ ഈ ആൾത്താരയിൽ പറയുകയുണ്ടായി. പക്ഷേ ആ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഭവനത്തിൽ ചെന്നപ്പോൾ പിറ്റേ ദിവസം ഇത് ഇവിടുന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള പരിസരത്തുള്ളവർക്കെല്ലാം ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തത് പറഞ്ഞ പോലെ. പക്ഷേ ഞാൻ അതിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഇരിക്കുമല്ലായിരുന്നു. ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് മുന്നോട്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2024 മാർച്ച് 5-ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ വെച്ച ആദ്യ നിയോഗം കൃപാസനത്തിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണം എന്ന് തന്നെയായിരുന്നു ഒന്നാമത്തെ നിയോഗം. രണ്ടാമതായി വെച്ചത് എൻ്റെ സഹോദരിക്ക് ഒരു ഒറ്റമുറി വീടേ ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് വെക്കുവാനായിട്ട് സാധിച്ചില്ല. 10-14 വർഷമായിട്ട് അവർ ആ വീട്ടിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നിയോഗം വെച്ചിട്ടുണ്ട് വീട് റെഡിയാകാൻ വേണ്ടി. കാരണം ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ സാഹചര്യം എനിക്ക് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും ഒരു തരി മണ്ണോ ഒരു തരി പൊന്നോ ഇല്ലാതെയാണ് ഞാൻ കടന്നു വന്നത്. എൻ്റെ ജീവിതത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് 2 പെൺകുട്ടികളാണ്. ഒരാളെ വിവാഹം കഴിച്ചു വിടൂ. അന്നേരം അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നപ്പോൾ ഈ അമ്മയുടെ അടുക്കൽ നിന്ന് എനിക്ക് അറിയാം ഈ ഭവനം ലഭിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വെച്ചു. ഇവരോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഞാൻ വെച്ചത് കൃത്യമായ ഒരു ഡേറ്റ് ഇട്ട് തന്നെയാണ് അമ്മയോട് പ്രാർത്ഥിച്ചത്. 2024 ഡിസംബർ 25-ന് മുമ്പ് ആ ഭവനം എനിക്ക് ലഭിക്കണം എന്ന് പറഞ്ഞു. ഞാനിത് ഇവരോട് ഈ വിവരം അറിയിച്ചപ്പോൾ അവർ തിരസ്കരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, അതൊന്നും നടക്കുന്ന കാര്യമല്ല, അതിനെപ്പറ്റി പറയണ്ട, ഏപ്രിലാണെങ്കിൽ ചിലപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ ലൈഫിൻ്റെ പദ്ധതിയിലുണ്ടായിരുന്നു. എല്ലാം ലാസ്റ്റ് ഒരുപാട് പിന്നിലായിരുന്നു കിടന്നത്. അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് മുടങ്ങിക്കിടന്ന ബ്ലോക്കിലെ PMAY ആ പദ്ധതിയിൽ നിന്ന് പെട്ടെന്ന് അമ്മയുടെ അത്ഭുതകരമായ പ്രവർത്തനം തന്നെയാണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്നവർക്കെല്ലാം പോയി. ഇവൾ മാത്രമായി അവശേഷിച്ച് ആ ലിസ്റ്റിൽ ഭവന പദ്ധതി തുടങ്ങാൻ വേണ്ടി 4 ലക്ഷം രൂപ അവിടുന്ന് അനുവദിച്ചു. ഈ 4 ലക്ഷം രൂപ അനുവദിച്ച് കഴിഞ്ഞപ്പം പല രൂപത്തിൽ ഫണ്ടുകൾ വന്ന് നല്ലൊരു കൊച്ചു വീട് മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി അത് പൂർത്തീകരിച്ച് അവർ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് കയറിത്താമസം കഴിഞ്ഞു. ആ ഭവനത്തിലാണ് ഇപ്പോൾ ഇവർ 2 പേരും താമസിക്കുന്നത്. വീട് പണിയണമെങ്കിൽ ഇവർക്ക് ഒരു ചെറിയ നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ നടപ്പാതയിൽ കൂടെ വന്ന് വാഹനങ്ങളൊന്നും കടന്നു പോവുകയില്ല. പക്ഷേ തൊട്ടടുത്തുള്ളവരുടെ ഒരു ബന്ധു ഇവർക്ക് ആ വീട് പണിക്ക് വേണ്ടി മതിൽ പൊളിച്ച് തന്നു. അതുവഴി ലോറി കടത്തി ഇവരുടെ മുറ്റത്ത് സാധനങ്ങൾ കൊണ്ട് ഇറക്കാൻ സാധിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഏക മകളാണുള്ളത്. അവൾ ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ കോഡിങ് പഠിച്ച് നിൽക്കുമായിരുന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു അവൾക്കൊരു ജോലി ഗൾഫിൽ കിട്ടണം എന്ന്. അന്നേരം ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞു. തൊട്ടടുത്ത നാളുകളിൽ തന്നെ ഇവരുടെ ഒരു ബന്ധു ഈ കുട്ടിയെ ഗൾഫിന് കൊണ്ടുപോയി. വിസിറ്റിംഗ് വിസയിലാണ് കൊണ്ടുപോയത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒക്ടോബർ 30-നകം ഈ വിസക്കാരുടെ കാലാവധി തീരും. ഇവരെന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാനിങ്ങോട്ട് ഒക്ടോബറിൽ ജപമാല റാലിക്ക് വരാൻ നിൽക്കുക. വരുന്ന ആ മാസം അതിനു വേണ്ടിയുള്ള
വരണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന അവസരത്തിലാണ് എന്നെ വിളിച്ച് പറയുന്നത്. ആ സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഒക്ടോബർ 30-നകം ആ ജോലി ലഭിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ വരുന്നതിന്, ഇവിടെ ജപമാല റാലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഒക്ടോബർ 22-ാം തീയതി ആ കുട്ടിക്ക് ജോലി ലഭിക്കുകയും ഇന്നിപ്പോൾ അവൾ ഗൾഫിൽ ജോലി ചെയ്യുവാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മൾ അച്ഛനിവിടെ പല പ്രാവശ്യം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയാറുണ്ട്, സാക്ഷ്യം പറയാൻ മടിക്കരുത്, സാക്ഷ്യം പറയണമെന്ന്. നമ്മൾ പലർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ അടുത്ത ബന്ധുക്കൾക്കാണേലും നമ്മൾ ഒരാൾക്ക് രോഗം വന്നു അവർക്ക് വേണ്ടി നിയോഗം വെച്ച് കഴിഞ്ഞാൽ ആ നിയോഗം കിട്ടി അവർ സുഖപ്പെട്ട് കഴിയുമ്പോൾ അവർ വരിക എന്നുള്ളൊരു കടമ അവർക്ക് കൂടി ഉള്ളതാണ്. പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇവിടെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ രോഗം മാറിയെന്ന്. പക്ഷേ നമ്മളത് ഉറച്ച് ദൈവസന്നിധി പറയാതിരിക്കാൻ ഇവിടെ ആൾ വരാത്തതുകൊണ്ട് പറയരുതെന്നുള്ളതാണ്. എന്തിലും അവരെല്ലാം സുഖപ്പെട്ട്, അതെല്ലാം ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇനി ഞാൻ പറയുന്നത് എനിക്കൊരു രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എനിക്ക് ഒരു 8 വർഷമായിട്ട് അസിഡിറ്റിയുടെ അസുഖം ഉണ്ടായിരുന്നു. അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കടുത്ത രീതിയിലായിരുന്നു. എപ്പോഴും വയറെരിച്ചിലായിരുന്നു. ആ വയറെരിച്ചിൽ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എപ്പോഴാണ് ഇത് മാറിയെന്ന് പോലും അറിയത്തില്ല. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല. ഒരു വർഷം ആയിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് എനിക്ക് ഇത് മാറിയത്. ഞാൻ ഉപ്പും തേനും ഉടമ്പടി തൈലവും എന്നും ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ തന്നെയാണ് എനിക്കത് മാറിക്കിട്ടിയത്. ഞാൻ ഒരുപാട് മരുന്നുകൾ നേരത്തെ കഴിച്ചിരുന്നതാണ്. സ്കിൻ അലർജി, ചേട്ടായിക്കൊരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. അതും പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. അതും ഉപ്പും ഉടമ്പടി തൈലം ഉപയോഗിച്ച് മാത്രമാണത് മാറിക്കിട്ടിയത്. പിന്നെ എനിക്ക് തിരിയിലൊരു ഡേറ്റ് കാണിച്ചു തന്നായിരുന്നു. മാർച്ച് 3-ാം തീയതി എനിക്ക് ഒരു 21 ഡേറ്റ് എനിക്ക് വളരെ വ്യക്തമായിട്ടത് കാണാമായിരുന്നു. അത് മാർച്ച് 21-ാം തീയതി ഒന്നും സംഭവിച്ചില്ല. മാർച്ച് 3-ാം തീയതിയാണ് അങ്ങനെ കാണുന്നത്. മാർച്ച് 21-ാം തീയതി ഒന്നും നടന്നില്ല. അപ്പം ഞാൻ ആ 21-ാം തീയതി കഴിഞ്ഞ് 27-ാം തീയതി ഒക്കെ ആയപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നിട്ട് എനിക്കതൊന്നും ആയി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടി, നിങ്ങൾ ദീർഘക്ഷമയുള്ളവരായിരിപ്പിനെന്ന് കണ്ടു. പിന്നെ ഞാനതേക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. അങ്ങനെ മാർച്ച് 21 കഴിഞ്ഞു, ഏപ്രിൽ 21 കഴിഞ്ഞു, ഒന്നും ആയില്ല. മെയ് 21-ാം തീയതി രാവിലെ ഞാൻ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം ഇന്ന സമയത്ത് ഞാനിങ്ങനെ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്നും 21-ാം തീയതിയാണല്ലോ, എനിക്കൊന്നും അടയാളങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞാൻ വീണ്ടും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ മോൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഞാൻ കൺസീവായി, എനിക്കിന്ന് ഡോക്ടറെ കാണാൻ പോകുന്നു. ആ 21 അത് മാതാവ് തന്ന കുഞ്ഞാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 21-ാം തീയതി. പിന്നെ ഇതുപോലെ വേറെ ഒരനുഭവമുള്ളത്, ഞങ്ങൾ കഴിഞ്ഞ ജപമാല റാലിക്ക് ഒരു നിയോഗം, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി, എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ ഫ്രണ്ടും കൂടി ഒരു നിയോഗം വെച്ച് എൻ്റെ ചേച്ചിയുടെ മോനും അവളുടെ മോൾക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് ഞങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് നടന്നിരുന്നു. ഒക്ടോബർ 26-നായിരുന്നു അങ്ങനെ ആ ജപമാല റാലി. അത് കഴിഞ്ഞ് ഡിസംബർ 1-ാം തീയതി എനിക്ക് മെഴുകുതിരിയിലൊരു ഭ്രൂണത്തിൻ്റെ പടം കിട്ടുകയും ഞാനിത് ഇവരെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഫ്രണ്ടിൻ്റെ മോള് അവളത് വാൾപേപ്പറായിട്ട് ഇടുകയും ഡിസംബർ 20 അവസാനം അറിയുന്നത് അവൾ കൺസീവ് ആയി എന്നാണ്. അവൾക്ക് ഈ ജൂലൈ ആണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാതാവിൻ്റെ പിന്നെ ഞങ്ങൾക്ക് ഈ തിരിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. മാതാവിൻ്റെ സാന്നിധ്യം പല രൂപത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവൃത്തികൾ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഇത് വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ രോഗികളെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിൽ ഒരു അനാഥരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞായറാഴ്ചത്തെ അവരുടെ രാവിലത്തെ ഭക്ഷണം കൊടുക്കും. അത് ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത് 3-4 പേര് കൂടിയാണ് ചെയ്യുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ മാസത്തിലൊരു ദിവസം വെച്ച് ഫുഡ് ഉള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് ഒത്തിരി പേർക്കില്ലെങ്കിൽ കുറച്ച് പേർക്ക് ഞങ്ങൾ സാമ്പത്തികമായ സഹായം ചെയ്യാറുണ്ട്. എല്ലാത്തിലും കൂടുതൽ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളോട് ശത്രുത കാണിക്കുന്നവർക്ക് വേണ്ടി പോലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയിൽ കൂടെ പലർക്കും നല്ല അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാരണം പലരും ഈ പറഞ്ഞ പോലെയാണ്, കിട്ടിക്കഴിയുമ്പോൾ വന്ന് പറയാനായിട്ട് എന്തോ ലജ്ജിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പലരും വരാത്തത്.
അതുപോലെ എനിക്കാണെങ്കിൽ തന്നെ ബൈബിൾ വായന ഞങ്ങൾ കുടുംബത്തോടെ ഇരുന്ന് പ്രാർത്ഥന തുടങ്ങി ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ്. അതിനുശേഷം ഞാൻ പല അമ്മയുടെ അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ മാനസികമായിട്ട് വിഷമിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ ജോലി ചെയ്യുന്നതിന് തൊട്ട് മുകളിലായിട്ടുള്ള മേഘത്തിൽ മഴവില്ല് പ്രത്യക്ഷമായി കണ്ടു. അത് അങ്ങനെ പല പ്രാവശ്യവും അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ച ഒരു കുടുംബം തന്നെയാണ് ഞങ്ങളുടേത്. ഞങ്ങൾ മുന്നോട്ടും ഈ ജപമാല റാലിക്ക് വന്നതിനും ജപമാലയിലും സാക്ഷ്യങ്ങളിലും എല്ലാം ഉടമ്പടി ധ്യാനങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പുസ്തകം വാങ്ങിയാണ് അത് പഠിച്ചത്. കാരണം ഞങ്ങൾ ക്രൈസ്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ലായിരുന്നു. എങ്കിലും അത് പഠിച്ചെടുത്ത് ഇപ്പോൾ അത് കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും തന്ന എൻ്റെ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും മുന്നോട്ട് ഞങ്ങൾ ഈ ഉടമ്പടി തന്നെ ജീവിക്കുമെന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇനിയും സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കടന്നു വരും. കാരണം ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം കൃത്യമായിട്ട് നടന്നു കഴിയുമ്പോൾ അന്ന് തന്നെ ഞാൻ വന്ന് ഇതുപോലെ ലജ്ജിക്കാതെ ഞാൻ പറയും. ലജ്ജിക്കാതിരിക്കുന്നവന് എനിക്ക് അങ്ങനെ ലജ്ജ തോന്നാതിരുന്നതിന് എനിക്ക് ഈ വചനം 2 തിമോത്തിയോസ് 1:8 നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നത് നീ ലജ്ജിക്കരുത്, അവൻ്റെ തടവുകാരനായ എന്നെ പ്രതി നീ ലജ്ജിക്കരുത്, ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവയ്ക്കുക. ഇത് തന്നെയാണ് ഞാൻ വീണ്ടും എന്നെ കളിയാക്കിയിട്ട് പോലും ഞാൻ വീണ്ടും വന്നിവിടെ സാക്ഷ്യം പറയാനും അമ്മയുടെ സാക്ഷിയായി നിൽക്കുവാനും എനിക്ക് കഴിഞ്ഞത്. ഇനിയും ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും വീണ്ടും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. തൻ്റെ അത്ഭുത പ്രവർത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. സങ്കീർത്തനം 111, 4, 5 വചനങ്ങളാണ്. ദൈവം തൻ്റെ മക്കളെ ഒരിക്കലും മറക്കാത്ത പിതാവാണ്. ഇസ്രായേൽ ജനത്തിലെ മരുഭൂമിയിലേക്ക് നയിച്ച ആ ദൈവം തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ, ആ സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നത്. ദൈവം നൽകിയ വാഗ്ദാനം ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ എന്തു തന്നെ ആയാലും ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ വൈകുന്ന അനുഗ്രഹങ്ങളാവാം. ദൈവം തൻ്റെ ഉടമ്പടിയെ ഓർക്കുന്ന ഒരു ദൈവമാണ്. കാനായിലെ വിവാഹ വിരുന്നിലെ ആവശ്യം കണ്ട് മാതാവ് ഈശോയോട് പറഞ്ഞത് ഓരോ കുറവുകളും അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബ പ്രശ്നമാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോയത്. ഇന്നും നമ്മുടെ കുറവുകൾ കണ്ട് ആ കുറവുകളെ നിറവുകളാക്കുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. അമ്മയാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത്. നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ കണ്ണീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെ കൃപാസനം അമ്മ. നമുക്ക് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥം വഴിയാണ്. മധുവും സുമയും നമ്മളോട് ഷെയർ ചെയ്ത ആ ദൈവാനുഭവവും അതുതന്നെയാണ്. ഈ മക്കൾ ആദ്യം സുമയാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് അവരാദ്യം സാക്ഷ്യം പറഞ്ഞു. പിന്നീടാണ് മധു ഉടമ്പടി എടുത്തത്. ഇന്ന് മധുവിൻ്റെ സാക്ഷ്യത്തിൽ ആദ്യം നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് ഒരു ഭൗതിക കാര്യത്തിനല്ല, മറ്റൊന്നിനുമല്ല. ആദ്യം നിയോഗം തന്നെ എൻ്റെ കുടുംബത്തെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്നാണ്. ഈശോയുടെ അമ്മയോടും കൂടുതൽ അടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നത്. ഈശോയെ കൂടുതൽ അറിയുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആദ്യം നിയോഗം സമർപ്പിക്കണമെങ്കിൽ അത്രമാത്രം ഈശോയോടും അമ്മയോടും അടുക്കണം. അങ്ങനെ ആദ്യം നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ നിയോഗമാണ് ഇന്ന് നിറവേറിയത്. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മധുവിൻ്റെ കുടുംബം മാത്രമല്ല, സഹോദരൻ്റെ കുടുംബവുമുണ്ട്. സഹോദരിയും ഹസ്ബൻഡും മധുവുമാണ് ഇന്ന് ഈശോയുടെ അമ്മയുടെ അരികിൽ വന്നത് നന്ദി പറയുവാനായിട്ട്. സഹോദരിക്ക് 14 വർഷമായിട്ട് ഒരു ഒറ്റമുറിയും വീടില്ല, ഒരു ഭവനത്തിലാണ് താമസിച്ചത്. പല സ്ഥലത്തും ഭവനത്തിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തു. പക്ഷെങ്കിൽ ഒന്നും നടന്നില്ല. ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അത് മാത്രമല്ല ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 2024 ഡിസംബറിന് മുമ്പ് എൻ്റെ സഹോദരിക്ക് ഒരു ഭവനം നൽകണേ എന്ന് പ്രാർത്ഥിച്ചു. നമുക്കറിയാം അമ്മയെ കൃപാസനം അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ്. സമയത്തിൻ്റെ മേൽ സ്വാധീനമുള്ള അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ അവരുടെ ആവശ്യം അറിഞ്ഞ് ഈശോയുടെ അടുത്ത് ചെന്നപ്പോൾ ഈശോ പറഞ്ഞ് എൻ്റെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് അവൻ പറഞ്ഞ പോലെ ചെയ്യാനാണ്.
അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി ജീവിതത്തിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുന്നത്. അങ്ങനെ ഈ കുടുംബത്തിനും മധു എന്ന സഹോദരൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെയാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇടപെട്ടത്. 2024 ഡിസംബറിന് മുമ്പ് തന്നെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിന് പ്രകാരം അമ്മ ഇടപെടുകയും നല്ലൊരു ഭവനം, അതും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കിൽ നിന്ന് സഹായം കിട്ടി. പിന്നെ മറ്റ് സഹായങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുകയും മനോഹരമായ ഒരു ഭവനം നിർമ്മിക്കുകയും അത് കയറി താമസിക്കാൻ സാധിക്കുകയും ചെയ്തു. അതിനായിട്ടാണ് ഇന്ന് ഈ സഹോദരിയും ഹസ്ബൻഡും കൂടെ അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് വന്നിരിക്കുന്നത്. ഉടമ്പടിയിൽ പിന്നീട് വെച്ചത് ഒരു നടപ്പാത മാത്രമുണ്ടായിരുന്ന ആ ഭവനത്തിലേക്ക് ഒരു വഴിയായിരുന്നു. അത് മതിൽ പോലും പൊളിച്ചാണ് ഒരു ബന്ധുവായ ആ സഹോദരൻ ഇവർക്ക് വഴി തുറന്നു കൊടുത്തത് ഈ ഈ ഭവനം നിർമ്മിക്കുവാനായിട്ട്. ഈശോയും അമ്മയും ചെറുതും വലുതുമായ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഓരോ കാര്യങ്ങളും നടത്തി കൊടുക്കുകയാണ്. ചോദിക്കുന്നതിന് മുമ്പ് ഉത്തരം അരുളുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അങ്ങനെയാണ് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ ഭവനത്തിൽ നൽകിയതിന് നന്ദി പറയാനായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. പിന്നീട് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മെഡിക്കൽ കോഡിങ് കഴിഞ്ഞ മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാനായിട്ട്. അതും പ്രാർത്ഥന പ്രകാരം ഒക്ടോബറിൽ 30 മുമ്പാണ് വീണ്ടും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഒക്ടോബർ 30 തന്നെ വിസ തീരുകയാണ്. ഒക്ടോബർ 30 ഒക്ടോബറിൽ ജപമാല റാലിക്ക് വന്നപ്പോഴാണ് മധു എന്ന സഹോദരൻ വീണ്ടും ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അങ്ങനെ ഈ മകൾക്ക് ഒക്ടോബർ 30 മുൻപ് തന്നെ ജോലി ലഭിക്കുകയാണ്. ഇവിടെയും ഇടപെടുന്നത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ നൽകിയ അനുഗ്രഹമാണ്. പിന്നെ ഉണ്ടായിരുന്ന രോഗസൗഖ്യമാണ്. സ്കിൻ അലർജിയും അസിഡിറ്റിയും എല്ലാം നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം ലഭിക്കുകയാണ്. സുമ അറിഞ്ഞു പോലുമില്ല എങ്ങനെയാണ് രോഗം മാറിയെന്ന്. എല്ലാം 7-8 വർഷമായിരുന്ന അസിഡിറ്റിയാണ്, 10 വർഷത്തോളം ഉണ്ടായിരുന്ന സ്കിൻ അലർജിയാണ് മധുവിൻ്റേത്. ഇതെല്ലാം ഈശോയും അമ്മയും ഓരോ കാര്യങ്ങളിലും പറയാതെ പോലും ചോദിക്കാതെ പോലുമെല്ലാം നോക്കിക്കണ്ട് ചെയ്യുന്ന, തൻ്റെ ഭക്തരുടെ കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാത്സല്യവും കരുണയും സ്നേഹവുമാണ് നാം ഈ മക്കളുടെ ജീവിതത്തിൽ കാണുന്നത്. പിന്നീട് 21 ഡേറ്റ് മെഴുകുതിരിയിൽ തെളിഞ്ഞു വന്നപ്പോൾ സുമയ്ക്ക് മനസ്സിലായില്ല ഇതെന്താണെന്ന്. പിന്നീടാണ് മകൾ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴാണ് 21-ാം തീയതി മകൾ കൺസീവ് ആയെന്നുള്ള ഡേറ്റ് കിട്ടുന്നത്. അവിടെയും ഈശ്വര്യ അമ്മയുടെ ഒരു വലിയ ഇടപെടലാണ്. ആ തിരിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് 2-1 എന്ന നമ്പർ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് മുൻകൂറായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ കാത്തിരുന്നാൽ മതി. അപ്പോഴും ഈ മകൾ പ്രാർത്ഥിക്കുകയാണ്. മാർച്ച് 21, ഏപ്രിൽ 21 ഒന്നും ആയില്ല. അമ്മ എന്താണെന്ന് ചോദിച്ചപ്പോൾ വചനത്തിലൂടെ അമ്മ മറുപടി കൊടുക്കുകയാണ്, ക്ഷമയോടെ കാത്തിരിക്കാൻ. ഇതാണ് ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഇടപെടുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരി മാതാവും ആ സാന്നിധ്യം നമുക്ക് അടുത്തറിഞ്ഞ് മനസ്സിലാക്കുന്ന, അമ്മയെ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉത്തരം തരുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. വചനത്തിലൂടെയും മെഴുകുതിരിയിലൂടെയും. കൂടാതെ മധു എന്ന സഹോദരൻ്റെ ഓഫീസിൻ്റെ മുകളിൽ ഒരു നല്ല തെളിച്ചമുള്ള ഒരു മഴവില്ല് ആ ഫോണിൽ സാധാരണ കിട്ടാറില്ല ഫോട്ടോ എടുക്കുമ്പോൾ. പക്ഷെങ്കിൽ ഈ ഫോട്ടോയിൽ അത് വളരെ ക്ലിയറാണ്. മഴവില്ല് അവിടെയും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉറപ്പാക്കുന്നത്. നമ്മളും ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ ഈശോയുടെ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇതൊക്കെ സാധ്യമാകുന്നത്. തന്നെയുമല്ല, ഇവർ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്വയം മറന്നു തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾക്കായിട്ട് മുന്നോട്ട് പോകുന്നത്. പല സ്ഥലങ്ങൾ സഞ്ചരിക്കുകയും ഓർഫണേജും മറ്റ് സ്ഥലങ്ങൾ ചോറും പൊതി ഉണ്ടാക്കുകയും അവരെ കൊണ്ട് കൊടുക്കുകയും കൃപാസനം എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഫാമിലികൾ ഒന്നിച്ചാണ് ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. പിന്നെ അക്രൈസ്തവയായ ഈ മക്കൾ ജപമാലയും ബൈബിളെല്ലാം വായിച്ച് ആത്മീയതയിലും വളരെ മുന്നോട്ടാണ്. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അമ്മയും ഈശോയും മിണ്ടാതിരിക്കുന്നത്, ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഇവിടെ ഓരോ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ്. തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇവരുടെ ജീവിതത്തിലും അതുതന്നെയാണ്. കൃപാലുവും വാത്സല്യനിധിയുമായ ആ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് സുമയുടെയും മധുവിൻ്റെയും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്. ദൈവത്തിൻ്റെ ആ കാരുണ്യവും സ്നേഹവും വാത്സല്യവും അടുത്തറിഞ്ഞ മക്കളാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആ സ്നേഹം അടുത്തറിയാനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈശോയും അമ്മയും നൽകിയ എല്ലാ അനുഗ്രഹം, പ്രത്യേകിച്ചും മധുവിനും സുമയ്ക്കും സഹോദരിയുടെ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആവേ മരിയ.